ഹലോ, വെൽക്കം ബാക്ക് ടു ആശശ്വിൻ വ്ളോഗ്സ്. ആശശ്വിൻ വ്ളോഗ്സ് ആകാൻ തന്നെ കാരണം ഈ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നിൽക്കുന്ന ഒഴിവു സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിലോട്ടൊക്കെ വീഡിയോ കൊണ്ടുവരാൻ സാധിച്ചത്. 3 വർഷം ഞാൻ വർക്ക് ചെയ്തു. ഇതെൻ്റെ അവസാനത്തെ ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. യൂറോപ്പിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവർക്ക് ആർക്കും അറിയത്തില്ല ഞാൻ എന്ത് പ്ലാനാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നൊന്നും. അപ്പോൾ ഇവരെനിക്ക് ലാസ്റ്റ് ഡേയിൽ സർപ്രൈസായിട്ട് കേക്കും സ്വീറ്റ്സൊക്കെ ആയിട്ട് ഒരു സെൻഡ് ഓഫ് തന്നു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു കാര്യം തന്നെയാണ്. തുടക്കത്തിലെ ഒരുപാട് കൊളീഗ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുമായിട്ടും ഇപ്പോൾ ഉള്ളവരായിട്ടൊക്കെ എൻജോയ് ചെയ്ത് 3 വർഷം പോയത് അറിഞ്ഞില്ല. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ടാണ്. യൂട്യൂബിൽ വീഡിയോ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഇടുന്നത്. ഇതൊരു മെമ്മറി ആയിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും, എപ്പോഴും എടുത്ത് നോക്കാനും പറ്റും. അപ്പം നമുക്ക് ഇവിടെ ഇവർക്ക് എന്നെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നൊക്കെ കൂടി നോക്കാം. എന്താ ഒരു ഗിഫ്റ്റൊക്കെ എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ഹാപ്പി ആയിപ്പോയി ഞാൻ. ശരിക്കും സർപ്രൈസ്ഡാണ്. ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുഖത്തുനിന്ന് മനസ്സിലാവും. പിന്നെ ഇവർക്കൊക്കെ എന്നെപ്പറ്റി എന്താ പറയാനുള്ളതെന്നും കൂടെ നിങ്ങൾക്ക് കേൾക്കണ്ടേ. നല്ല കരിയർ ലാസ്റ്റ് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കിയാണ് പുള്ളി പോണേ. അപ്പൊ എല്ലാം നല്ലതും ഉണ്ടാവട്ടെ. നിനക്ക് ബിസിനസ് ആണോ ഏതായാലും നമ്മുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അവിടെ പോയാലും നിനക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരാം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. എപ്പോഴാണെങ്കിലും ഇവിടെ ചേർത്തലേക്ക് വരുമ്പോൾ ഇവിടെ കയറി വർത്താനം പറയാം, നോ ഇഷ്യൂ. അപ്പൊ നല്ല സ്ഥലങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാം. നല്ലത് മാത്രം കാണിക്കും. എന്റെ കൂടെ കൂടിയിട്ട് CR ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു 10 മാസമായി. ഇതുവരെയായിട്ട് എന്താ പറയാ, നമ്മൾ ചെയ്യുന്നതും എല്ലാം നല്ല കാര്യങ്ങളായിട്ട് ചെയ്തു പോയി മുന്നോട്ട്. അതേപോലെ ജീവിതത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യാം, നല്ല രീതിയിൽ പോവാം, നല്ല ഡിസിഷൻ എടുക്കാം, ഫ്യൂച്ചർ പരിപാടികളൊക്കെ നോക്കാം. അതെ, അതുപോലെ ഇനി നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കേട്ടിട്ടും ഞങ്ങളെ വിളിക്കാൻ എല്ലാവരും വരുന്നതായിരിക്കും. പെയ്ഡ് മീൽസ് ആർ നോട്ട് സജസ്റ്റ് ചെയ്യാം. നമ്മളവരെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പല കടയിലൊക്കെ പോകാറുണ്ട്, നമ്മളവരെ വിളിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ ഇനി ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പറയാനില്ല കൂടുതൽ, കാരണം നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോയത്. അശ്വിൻ കുറെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ്. അതുകൊണ്ട് ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും ഇവിടെ ഓഫീസിലെന്ന് തോന്നുന്നു. വേറൊന്നും പറയാനില്ല. ഇല്ല, ഞാനിവിടെ ജോയിൻ ചെയ്ത് വന്നിട്ട് ആലപ്പുഴയിൽ ആദ്യം കാണുന്ന വ്യക്തി അശ്വിനാണ്. ചെറിയ ലോഡ്ജ് തൊട്ട് ഹോട്ടലുകൾ വരെ സ്റ്റേ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്ന അശ്വിനാണ്. അന്ന് തൊട്ടിട്ട് ഒരു 10-200 ഹോട്ടലുകളിൽ ഒന്നിച്ച് പോയി ഫുഡ് കഴിച്ചു. കുറെ സ്ഥലത്ത് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട് കൂടെ. അപ്പം ഇനി ഇവിടുന്ന് പോയാലും റിലേഷൻ ഇതുപോലെ തന്നെ ഉണ്ടാവണം. നമ്മള് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ ആ ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് ഉഷാറാക്കാം. എനിക്കങ്ങനെ പ്രസംഗിച്ച് പരിചയമൊന്നുമില്ല, പക്ഷെ എന്നാലും തുടക്കം തൊട്ട് ഉണ്ടായ പലരും ഇവിടെ ഉണ്ട്. കുറെ പേര് ഇവിടെ ഇല്ല, ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ജയശങ്കർ സാറ്, ടാൻസ് സാറ്, അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും, വിഷ്ണു സാറ്, സനൂപ്, പിന്നെ അരുണ്, രജിത് ഏട്ടൻ, പവൻജി, എല്ലാവരും തുടക്കം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് പ്രവീൺ സാർ വന്നത്. പ്രവീൺ സാർ വന്നപ്പോൾ നമുക്ക് കുറെ കമ്പനിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കിഡിലൻ ഓണം സെലിബ്രേഷൻ തന്നെ കിട്ടി. എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് കോളേജിൽ പോലും അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ കിട്ടില്ല. താങ്ക് യു പ്രവീൺ സാർ. നമ്മൾ പോയാലും എന്നാലും അതിന്റെ ഒരു സാറ് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നല്ലൊരു സെലിബ്രേഷൻ ഉണ്ടായി. അടുത്ത ഓണം അതിനേലും അടിപൊളിയായിട്ട് പിന്നെ സേതു സാറ് വളരെ കുറച്ച് നാളാണെങ്കിലും ഒരു ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഡാൻസ് സാറ് പോയ ഗ്യാപ്പിൽ
സേതു സാറ് ഒരു ബോസായിട്ട് നിന്നും ചേട്ടനായിട്ട് നിന്നും എല്ലാരും നല്ല രീതിയിലായിരുന്നു. പിന്നെ ദീപ ഞങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ ചെന്നപ്പോഴേക്കും ശരിക്കും നല്ല ഒരുപാട് ഹാർഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് ശരിക്കും കോമഡി ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോയി ഭയങ്കര ജോളിയായിട്ട് തന്നെയായിരുന്നു എല്ലാവരുടെ അടുത്തും പോന്നിട്ടുള്ളത്. പിന്നെ അനന്തകൃഷ്ണൻ മുത്തേ നീ ഞങ്ങൾക്ക് നല്ലപോലെ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു, ഇത്ര നാൾ നല്ലപോലെ സെർവ് ചെയ്തു, അതിന് താങ്ക് യു. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലും മിസ് ചെയ്യുന്ന ആദർശിനെയും ദീപേനെയും ആര്യ ചേച്ചിനെയും ഒക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും എനിക്കിതാ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്. ഒരു വാച്ചാണ് സംഭവം. ശരിക്കും നല്ല സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമൊക്കെയുള്ള ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.